വീട്ടിലേക്ക് വരാണ് നോമ്പ് തുറക്കാൻ. ഞങ്ങൾക്ക് ഇന്ന് മാം എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയോ? ഫ്രൈഡേഴ്സ്, സമൂസ, പഴം നിറച്ചത്. ഇനി ഞങ്ങൾ മൈലാഞ്ചി ഇടുന്നതിനും പിന്നെ മാസം കാണുന്ന നോമ്പ് തുറക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ലാസ്റ്റ് വരെ കാണും. നോമ്പിൻ്റെ പെരുന്നാളിലേക്ക് ക്ഷീണം മാറി ഇപ്പോഴാണ് വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ അക്കുവിനെയും ഉമ്മച്ചിനെയൊക്കെ നോമ്പ് ഇവിടുന്ന് തുറപ്പിക്കണമെന്ന് കുറേയായി വിചാരിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് നോമ്പാക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ആകുമ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു രസം എന്ന് പറയുന്നത് ഇതേപോലെ തലേ ദിവസമാണ്, പെരുന്നാളിൻ്റെ തലേന്ന് ആ മാസം കാണുന്ന ആ സന്തോഷം, ആ അറിയിപ്പ് ഇങ്ങനെ ടി വിയിൽ വരുന്നത് നോക്കി നിൽക്കും. അപ്പോൾ ഇവരിതേപോലെ ഭയങ്കര ആവേശത്തിലാണ് നാളെ പെരുന്നാളെന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് ലാസ്റ്റ് നോമ്പ് അവിടെ നിന്ന് തുറപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ബംസിലും ഷെഫിയും വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. തക്ബീറൊക്കെ പള്ളിയിലുള്ളതുകൊണ്ട് നേരം വൈകിയാണ് ഇവർ വന്നത്. പിന്നെ ഞാൻ സാധാരണ പെരുന്നാളിൻ്റെ തലേന്നാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുക. നോമ്പിന് ഞാനങ്ങനെ കൊടുക്കില്ല, പെരുന്നാളിൻ്റെ അന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി. പിന്നെ ഇത് ഷെഫിൻ്റെ ഫ്രണ്ട്സിനാണ്. പെരുന്നാളിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതേപോലെയുള്ള ഗിഫ്റ്റൊക്കെയാണ് നമ്മൾ കൊടുക്കുക അടുത്തുള്ളവർക്കൊക്കെ. അത് ആ നല്ല വൃത്തിക്ക് അവിടെ കൊണ്ടു കൊടുക്കുന്ന പണി ഇവർ രണ്ടാളും ചെയ്യാം. എവിടെയൊക്കെ മൈലാഞ്ചിട്ടുണ്ട്? എന്തിനത് കല്യാണ പെണ്ണാ? പിന്നെന്തിനാ? സ്കൂളൊക്കെ ഉള്ള സമയത്ത് എത്ര വിളിച്ചാലും എണീക്കാത്ത രണ്ടാളുമാണ്. ഇന്ന് എത്ര നേരത്തെയെന്നറിയാം എണീച്ച്. പെരുന്നാളായാൽ നേരത്തെ എണീക്കാനും കുളിക്കാനും ഒരു മടി ഉണ്ടാവില്ല. അവർക്കും രാവിലെ ഞങ്ങളുടെ കൂടെ പള്ളിയിൽ വരണം, ഈദ്ഗാഹിൽ നിസ്കരിക്കണം, എല്ലാവരെയും കാണണം. ഒരുപാട് ലഹരി കേസുകളൊക്കെ വന്നതുകൊണ്ട് ഇപ്രാവശ്യം പള്ളിയിൽ വെച്ചിട്ട് ലഹരിക്കെതിരായിട്ടുള്ളൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നാശിപ്പിക്കുന്ന ശത്രു. നിസ്കാരം കഴിഞ്ഞിറങ്ങുന്നവർക്ക് പെരുന്നാളിൻ്റെ ഒരു മധുരം എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ലഡുവും ഒരു കുപ്പി വെള്ളവുമാണുള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരെയും കണ്ട് മടങ്ങി വീട്ടിലേക്ക് വരാം. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും തറവാട്ടിൽ ഞങ്ങൾ 6 മക്കൾ എല്ലാവരും ഒരുമിച്ച് പെരുന്നാളിൻ്റെ രാവിലത്തെ ഭക്ഷണം തറവാട്ടിൽ വെച്ചിട്ട് കഴിക്കുക. അതാണ് എല്ലാ പെരുന്നാളിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഉപ്പൻ്റെ വക അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാവർക്കും പെരുന്നാൾ പൈസ തരും. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈങ്ങാപ്പുഴയ്ക്ക് പോയി. നേരെ അവിടുന്ന് മാമൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നാസർ മാമൻ്റെ വീട്ടിൽ പോയി. പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ഒരു 10-20 ഫോട്ടോയെങ്കിലും എടുക്കൽ നിർബന്ധമാണല്ലോ. മാമൻ്റെ വകയും കിട്ടി എല്ലാവർക്കും ഇതേപോലെ പെരുന്നാൾ പൈസ. ഇത് റഫീഖ് മാമൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരെയും ശാരദ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, പെരുന്നാളിൻ്റെ അന്ന്. കുഞ്ഞാൻ്റി സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ നല്ല ആഘോഷമായിട്ടത് കട്ട് ചെയ്ത് കൊടുത്തു. എല്ലാവരും ഇതുപോലൊരു സർപ്രൈസ് തരുന്ന ചേച്ചി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നല്ല രസമായിരുന്നു. ഇത് സദാനന്ദേട്ടൻ, ഞങ്ങളെ വായിച്ചിൻ്റെ പഴയ സുഹൃത്താണ്. ഈ പെരുന്നാളിൻ്റെ ഞങ്ങളെ സ്പെഷ്യൽ ഗസ്റ്റ്. അതിനുശേഷം രാത്രി വീട്ടിലേക്ക് വന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീടുകളിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.